നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവിൽ എന്താച്ചാല് ഒരു ദേവതയെ പറ്റിയാണ് പറയുന്നത്, ഏഞ്ചൽ. കാരണം ഇന്ന് ഒരുപാട് പേര് പല പല സിറ്റുവേഷനിലും കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഉടനെ തന്നെ ഒരു പ്രതിവിധി വേണം, അതിന് ഒരു പോംവഴി വേണം, അതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് പറഞ്ഞു തരൂ. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് വെച്ചാൽ നിറയെ ടൈംസിൽ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കിയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ദേവത എങ്ങനെ വെച്ചാല് 30 നിമിഷത്തില് നിങ്ങൾക്ക് ഒരു പവർ കാണിച്ചു തരും. ശരിയാ? വെറും ഹാഫ് ആൻ അവർ, അരമണി നേരത്തില് നിങ്ങൾക്കൊരു റിസൾട്ട് കൊണ്ടുതരും, ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ആ അളവിന് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്ന പവർ ഈ ദേവതയ്ക്ക് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇവരുടെ പേര് മാത്രം ഒന്ന് ചൊല്ലിയാൽ മതി. പറഞ്ഞോളുക. അവരുടെ പേര് വന്നിട്ട് 1 ലൈൻ, ഒരേ ഒരു വരി, ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ പവർഫുൾ ആയിട്ടുള്ള ദേവതയെ നമ്മൾ എങ്ങനെ നമ്മിലേക്ക് അടുപ്പിക്കണം, ഇവരെ നമ്മിലേക്ക് അടുപ്പിച്ച് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ എങ്ങനെയെല്ലാം നടക്കും, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഒത്തിരി സൂപ്പറായ ദേവത, ഒരു കാരണം കൊണ്ടും നിങ്ങളിത് മിസ് ചെയ്യാതിരിക്കുക. അപ്പോ ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏഞ്ചൽ ഡേയിൽ തന്നെ വേണമെന്നില്ല. ഇന്നേലിരുന്നേ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു പെർട്ടിക്കുലർ ടൈം എന്നത് 9 മണിയാണ്. 9 മണിയിലിരുന്ന് നിങ്ങൾക്ക് 9:59 വരെ ഈ ദേവതയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പൊ രാവിലെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ രാത്രി ചെയ്തോളുക. ഇനി ആ ദേവതയുടെ പേരെന്താച്ചാല് പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, സാറാബി. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലോ മലയാളത്തിൽ വേണമെങ്കിലോ തമിഴിൽ വേണമെങ്കിലോ നിങ്ങൾക്ക് ഹിന്ദിയിൽ വേണമെങ്കിലോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് വേണ്ടിയത് അതിൽ നിങ്ങൾക്ക് എഴുതുകയും ആവാം, പറയുകയും ആവാം. പേര് നിങ്ങൾ നന്നായിട്ട് ഓർത്തോളുക. അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയിമാണ് സാറാബി. സാറാബി, സാറാബി, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ കൊച്ചുമക്കൾക്ക് കൂടെ ഇത് ഒരേ ടൈം പറഞ്ഞാലേ അവർക്കേ മനസ്സിലാവും, അല്ലേ? ഈ ദേവതയുടെ ജോലി എന്താച്ചാല്, ഈ സാറാബി ദേവത വന്നിട്ട് നമ്മള് എന്തെങ്കിലും ഒരു താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുന്നു, നമ്മുടെ സിറ്റുവേഷൻ അത്രയ്ക്കും വേഴ്സായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കഷ്ടത്തെ അവരെ ഏറ്റെടുത്ത് നമുക്കാകെ അവര് ജോലി ചെയ്യും. ഈ സാറാബി ദേവതയുടെ ജോലിയെ അത് താൻ. നിങ്ങൾ നിങ്ങളുടെ കഷ്ടത്തെ അവരോട് പറഞ്ഞിട്ട് അവരെ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ പ്രശ്നം പറഞ്ഞ് വായ് വിട്ട് പറയുക, ഇതാണ് എൻ്റെ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ ഒരു 9 തവണ സാറാബി 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 എന്ന് നിങ്ങൾ 9 തവണ വിളിച്ചോളുക. അതല്ല നിങ്ങൾക്ക് 9000 ടൈംസ് ചൊല്ലണമെങ്കിലും ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളുക. എത്ര ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ പേര് ചൊല്ലി വിളിക്കാവുന്നതാണ്. 1 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പൊ 1 മിനിറ്റിൽ ആരംഭിച്ച് 2 നിമിഷമോ 3 നിമിഷമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ദേവതയുടെ പേര് ചൊല്ലാവുന്നതാണ്. അതും പറ്റില്ല വെച്ചാല് ജസ്റ്റ് നിങ്ങൾ 1 മിനിറ്റ് ഇവരുടെ പേര് എഴുതിയാലേ ഓവർ മതി. അതുവേ ഇനഫ് താൻ. നിങ്ങളുടെ പ്രശ്നം മനസ്സിൽ കരുതിയിട്ട്, മനസ്സിൽ നിങ്ങൾ അത് ആവശ്യപ്പെട്ട്, അമ്മ എനിക്ക് ഇത് എൻ്റെ കാര്യം നടത്തി തരൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് 1 നിമിഷം നിങ്ങൾക്ക് ഈ പേര് എഴുതാം. ഇല്ലെങ്കിൽ സാറാബി 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 എന്ന് നിങ്ങൾക്ക് ദേവതയുടെ പേര് ഉച്ചരിക്കാവുന്നതാണ്. ശരിയാ? ജസ്റ്റ് പേരൊന്ന് എഴുതിയാലേ മതി, നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയി കിട്ടും. അങ്ങനെയുള്ള ഒരു മാജിക് ചെയ്യുന്നതാണ് ഈ മഹാദേവത. ഇനി വന്നിട്ട് ഇതിന് റൂൾസോ റെസ്ട്രിക്ഷൻസോ ഉണ്ടോ എന്ന് കേട്ടാൽ നത്തിങ്, ഒന്നുമേ ഇല്ല.
ഇത് എടുത്തു പറയുന്നത് എന്താ വെച്ചാല് ഒരു ചില പേർക്ക് കുളിക്കണോ, ഞാൻ നോൺ വെജ് കഴിച്ചു പോയില്ല, ഞാൻ പീരീഡ്സ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഞാൻ മാട്ടിയിരിക്കുന്നു, എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പല മുറകളും നമുക്ക് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇത് വന്നിട്ട് യാതൊരു തരത്തിലുള്ള റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല, നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്ക് അസൾട്ടായിട്ട് ഇത് അമ്മയുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ അമ്മയുടെ നാമം, ഈ ദേവതയുടെ നാമം സാറാബി ഇത് പറഞ്ഞോ അല്ലെങ്കിൽ എഴുതിയോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എവിടെ ഇരുന്ന് വേണോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞുല്ലോ നിങ്ങൾ 9 o'clock തന്നെ ചെയ്യണമെന്ന്. അത് ഞാൻ പറഞ്ഞു. ബട്ട് നിങ്ങളുടെ പ്രശ്നം അത് നമുക്കിപ്പോ ഒരു അപകടം വന്നാലോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലോ അത് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്, നമുക്ക് അറിയില്ലല്ലോ മുൻകൂട്ടി. അതിനാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ സമയത്ത് നിങ്ങൾ ചെയ്തോളുക. അതിലൊന്നും യാതൊരു തെറ്റും ഇല്ല. ഇപ്പൊ വന്നിട്ട് നിങ്ങൾ ഓഫീസിൽ ഒരു പ്രശ്നത്തിൽ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അറ്റ് എ സ്പോട്ട് നിങ്ങൾ ഇത് അമ്മയുടെ നാമം വിളിച്ച് അമ്മയോട് ദേവതയോട് പ്രാർത്ഥിച്ചോളുക. ഇല്ല, നിങ്ങൾ അവിടെ എഴുതുക. ശരിയാ? പറയുന്നത് മനസ്സിലാവുന്നല്ലോ? ഇതെല്ലാം എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്നവർക്ക് മേ ബി ഇതൊരു അരോചകമായിട്ട് തോന്നും. ബട്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ശരിയാ? അതുമല്ല, നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ വേറൊരാൾ വഴി നിങ്ങൾക്കൊരു പ്രശ്നം വരുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാം. എനിക്കിതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല, എന്നെ ഇതിൽ ദയവ് ചെയ്ത് ഇളുത്ത് വലിക്കരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചും നിങ്ങൾക്കിത് അമ്മയോട് ദേവതയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ശരിയാ? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആവണം. നിങ്ങൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. ഇല്ല എങ്കിൽ അമ്മ അത് ദേവത അതിനുള്ള തിരിച്ചടിയും നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങൾ ഉറക്കെ പറയണമൊന്നുമില്ല. മനസ്സിൽ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മാട്ടിയിരിക്കുന്ന ഓഫീസിലാണ് ഒരു പ്രോബ്ലം എങ്കിൽ നിങ്ങൾ മനസ്സിൽ അത് അമ്മയെ വിളിച്ച് ദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചോളുക. അരമണി നേരത്തിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ അമ്മ തീർച്ചയായും അമ്മയുടെ പ്രോബ്ലമായിട്ട് അമ്മ അത് കയ്യിൽ എടുത്ത് വെച്ച് ചെയ്ത് നിങ്ങൾക്കത് തന്നിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കത്തില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് കമന്റിൽ വന്ന് എന്നോടത് പറയുകയും വേണം. വെറും അരമണി നേരം, ദാറ്റ് മീൻസ് 30 minutes, ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് എസ്കേപ്പ് ആവാനുള്ള, നിങ്ങൾക്ക് അതിൽ നിന്നും ഊരി വരാനുള്ള ഒരു സൊല്യൂഷൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷൻ സാറാബി ദേവത നിങ്ങൾക്ക് കൊണ്ടുതരും. അത്രയ്ക്കും പവർ ഇരിക്കുന്ന മഹാദേവത. ജസ്റ്റ് നിങ്ങൾ ദേവതയുടെ പേരും പറഞ്ഞിട്ട് അതിനുശേഷം ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ കുടിച്ചോളുക. വേറെ ലെമൺ ജ്യൂസോ വേറെ ഒന്നും ഇട്ട് വെച്ചതോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് പ്ലെയിൻ വാട്ടർ, ശുദ്ധജലം ഒരു ഗ്ലാസ് കുടിച്ചോളുക. നിങ്ങളിപ്പോ എഴുതിയാലും ശരി, പറഞ്ഞാലും ശരി, മനസ്സിൽ പറഞ്ഞാലും ശരി, ഓഫീസിലായാലും ശരി, എവിടെ വെച്ചിട്ടായാലും ശരി, നിങ്ങൾ വെള്ളം കുടിക്കുക എന്നത് മസ്റ്റാണ്. ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ കുടിച്ചോളുക. എന്താ നിങ്ങളോട് വെള്ളം കുടിക്കാൻ പറയുന്നതെന്ന് വെച്ചാല്, വാട്ടർ മാനിഫെസ്റ്റേഷനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കേൾക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ പതിവ് ചാനലിൽ ഒത്തിരി വീഡിയോസ് വാട്ടർ മാനിഫെസ്റ്റേഷനെ പറ്റി ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് അതറിയാം. ശുദ്ധജലത്തിന് വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന അത്രയ്ക്കും ഒരു പവർ ഇരിക്കും. നമ്മൾ ചോദിക്കുന്നത് എന്തോ അത് നടത്തിത്തരാനുള്ള ഒരു പവർ ഇരിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങള് നമ്മൾ പറയുന്നത് കാത് കൊടുത്ത് കേൾക്കുന്ന മാതിരിയാണ് ശുദ്ധജലം നമുക്ക് വർക്കൗട്ട് ആവുന്നത്. വെള്ളം വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യം ചെയ്തു തരും. പെട്ടെന്ന് നമുക്കതിനൊരു ആൻസറും കിട്ടും. സോ നിങ്ങൾ എപ്പോ ഇത് ചെയ്യണോ ഇരുന്നാലും വാട്ടർ ബോട്ടിൽ നിങ്ങളെ കയ്യിൽ കരുതിക്കൊള്ളുക. പിന്നെ വേറൊന്ന് ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നാണ് പ്രശ്നം വരുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇത് അമ്മയുടെ പേര് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓടിപ്പോയി വാട്ടർ ബോട്ടിൽ വെള്ളം പിടിച്ച് കുടിച്ചോളുക. ശരിയാ? ദേവതയുടെ പേര് ചൊല്ലുന്നതിന് മുന്നേയും നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലോ ഒരു ചെമ്പിലോ വെള്ളം എടുത്ത് കയ്യിൽ വെച്ചോളുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് കുടിച്ചോളുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാധാരണ വിഷയമായിട്ട് തോന്നും. പക്ഷെ ഇതിലിരിക്കുന്ന പവർ എന്ന് പറയുന്നത് ഭയങ്കര, നമുക്ക് എന്താ പറയുക, അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് വെച്ച് നടന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ പകർന്നു കൊടുത്തവർക്കും അതിൻ്റെതായ 100% റിസൾട്ട് വന്ന ഒരു മെത്തേഡാണിത്. സോ നിങ്ങൾ ചെയ്തു നോക്കിക്കൊള്ളുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പവർ എത്രയ്ക്ക് നമുക്ക് വർക്കൗട്ട് ആവുന്നു എന്നുള്ളത്. ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിടക്കും. ശരിയാ? തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. ഐ തിങ്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇഫ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് ഇഷ്ടമായാച്ചാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഇരിക്കുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.